കോഴിക്കോട്ടുകാർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആത്മീയ സംഗമമാണ് നേർച്ച. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ ഇടിയങ്ങരയിലുള്ള ഷെയ്ഖിൻ്റെ പള്ളിയിലെ നേർച്ച എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു ഉത്സവമാണ്. പഴയകാല ഉത്സവങ്ങളിൽ നിന്നെല്ലാം ഏറെ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഷെയ്ഖിൻ്റെ പള്ളിയിലെ അപ്പവാണിഭ നേർച്ചയുടെ കാഴ്ചകളാണ് ഇന്ന് കാഴ്ചവട്ടത്തിലുള്ളത്. ഈ അപ്പവാണിഭ നേർച്ചയുടെ മറ്റൊരു രസകരമായ കാര്യം ഇതിൻ്റെ പേര് തന്നെയാണ്. കൈക്കോ കാലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ അസുഖം വരുന്ന ഒരാൾ നേർച്ച നേരുകയും അസുഖം മാറിക്കഴിഞ്ഞാൽ കൈ രോഗം വന്ന ആളുടെ കൈയിൻ്റെ രൂപത്തിൽ അപ്പങ്ങൾ ഉണ്ടാക്കുക, കാലിൻ്റെ രൂപത്തിൽ അപ്പങ്ങൾ ഉണ്ടാക്കുക, തലയുടെ രൂപത്തിൽ അപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെ വീടുകളിൽ നിന്ന് വീട്ടമ്മമാരുണ്ടാക്കി കൊട്ടയിലാക്കി പള്ളിയിലേക്ക് നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അപ്പവാണിഭ നേർച്ച എന്ന് പറയുന്നത്. ഏതായാലും ഈ വർഷത്തെ അപ്പവാണിഭ നേർച്ച നമുക്കൊന്ന് പോയി കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാദ് വൽ ഖുർആനി ദിദ്ദിക്ർ ബലിൽ ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ് كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر. മാപ്പിള എന്ന നിലയിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന അറേബ്യൻ സംസ്കാരവും പിറന്ന മണ്ണിൻ്റെ ചൂരും മേളിക്കുന്ന ഒരു സങ്കര വിശ്വാസത്തിൻ്റെ ഭൂമിയാണിത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും അധികമൊന്നും ദൂരമല്ലാത്ത ഇടിയങ്ങര. തെക്കേപ്പുറം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും. ഫ്രാൻസിസ് റോഡിനും കടപ്പുറത്തിനും ഇടയിലുള്ള ഒരു സ്ഥലം. ഇവിടെയുള്ള ഷെയ്ഖിൻ്റെ പള്ളിയിലെ പ്രസിദ്ധമായ അപ്പവാണിഭ നേർച്ച ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്രമുണ്ട്. സൂഫി വര്യനും സാദത്തും അത്ഭുത സിദ്ധികളും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പുണ്യാത്മാവിൻ്റെ കബറിടമാണ് ഇത്. ഷെയ്ഖ് മാമുക്കോയ എന്നറിയപ്പെട്ട ഷെയ്ഖ് അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു ആ ഗുരുവിൻ്റെ പേര്. ആ മഹാത്മാവിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ആത്മീയ പരിവേഷത്തോടെ ഇവിടെ കൊണ്ടാടപ്പെടുന്ന നേർച്ച. മുൻകാലങ്ങളിൽ അപ്പവാണിഭ നേർച്ചയിലെ പ്രധാനപ്പെട്ട ഇനം അപ്പം തന്നെയായിരുന്നു. ഇന്ന് ആ അപ്പം തന്നെ കാണാതായിരിക്കുന്നു. അപ്പങ്ങൾക്കും ഉണ്ടായിരുന്നു അന്ന് ഏറെ പ്രത്യേകതകൾ. രോഗശാന്തിക്കായി ഷെയ്ഖിൻ്റെ പള്ളിയിലേക്ക് നേർച്ച നേരുന്നത് അക്കാലത്ത് വീട്ടിൽ നിന്ന് തന്നെ വിശ്വാസികൾ ഉണ്ടാക്കുന്ന അപ്പങ്ങളായിരുന്നു. ഇന്നാകട്ടെ കടകളിൽ നിന്നും കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് പലഹാരങ്ങളായി അപ്പങ്ങൾ മാറിയിരിക്കുന്നു. കൈക്ക് അസുഖം വന്നാൽ കൈയുടെ രൂപത്തിലുള്ള അപ്പവും കാലിന് രോഗം മാറാൻ കാലിൻ്റെ രൂപത്തിലുള്ള അപ്പവുമൊക്കെ കൊട്ടയിലാക്കി നേർച്ചയുടെ നാളുകളിൽ പള്ളിയിൽ സമർപ്പിക്കുകയാണ് അപ്പവാണിഭ നേർച്ച. പിന്നീട് പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് പ്രസാദമായി നൽകി വന്നതും ഈ അപ്പങ്ങൾ തന്നെ. അപ്പങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. പകരം വന്ന പലഹാരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും പ്രസാദമായി ഭക്തർ സ്വീകരിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഹൈന്ദവ മാപ്പിള സൗഹാർദ്ദത്തിൻ്റെ സംഗമഭൂമി കൂടിയാണിത്. പതിവ് നേർച്ചകളിലെന്ന പോലെ ഇവിടെയും നേർച്ച വരവുകളുണ്ടായിരുന്നു. അരനൂറ്റാണ്ടിനപ്പുറത്തെ നേർച്ചകൾക്ക്
വലിയങ്ങാടിയിലെ വർത്തക പ്രമാണിമാരും ഹിന്ദു കാരണവന്മാരുമായിരുന്ന കല്ലിങ്ങൽ മഠത്തിൽ രാരിച്ചൻ മൂപ്പൻ, ഇമ്പിച്ചി മൂപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നേർച്ചവരവുകൾ ജാറത്തിലേക്ക് എത്തിയിരുന്നു.